ഹലോ ഡിസ ബ്യൂട്ടി സ്പോട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഒരു ഹെയർ ക്ലിപ്പാണ് ചെയ്യാൻ പോകുന്നത്. ഒരു അടിപൊളി ഹെയർ ക്ലിപ്പാണ്, സിമ്പിളാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടിയത് ഇതുപോലൊരു കറുത്ത ക്ലിപ്പും അതിന് കൊടുത്ത് നമുക്ക് ഗോൾഡൻ ബീഡ്സ് വേണം, അതുപോലെ തന്നെ വൈറ്റ് ബീഡ്സും വേണം കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള, അതുപോലെ തന്നെ ഇത് കോർക്കാനായിട്ട് നമുക്ക് 0.5 mm ഒരു കോപ്പർ വയറും വേണം. ഞാനിപ്പോൾ ഗോൾഡാണ് എടുത്തിരിക്കുന്നത്, സിൽവർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുക്കുക. ഇത് കുറച്ച് നീളത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കണം. നമുക്കിത് കോർത്തെടുക്കാൻ ആവശ്യമായിട്ട് ഇതുപോലെ തീരെ കുറഞ്ഞു പോകാതെ കുറച്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അത് ഇതുപോലെ എന്നിട്ടൊന്ന് വളച്ച് സെൻറ്റർ ഇതുപോലെ കയ്യിൽ പിടിക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം, വൈറ്റ് ബീഡ്സ് കോർത്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കോർത്ത് കൊടുക്കുക. ഇതിപ്പോൾ തുടക്കം നമുക്ക് ഒരു സൈഡിൽ കൂടെ തന്നെ കോർക്കാം. ഒരു 5 ബീഡ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ആദ്യം നമ്മൾ 5 ബീഡ്സ് അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 4 ഇട്ടിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്നും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ സെൻറ്ററിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ബീഡിനെ ഇതുപോലെ പൊക്കിയെടുത്തിട്ട് അപ്പുറത്തെ സൈഡിലുള്ള കമ്പി ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ അതിൻ്റെ ഹോൾസിലൂടെ കോർത്ത് വലിച്ചെടുത്തിട്ട് ഇനിയൊന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ ലോക്ക് ചെയ്ത് വലിക്കുന്ന സമയത്ത് നമ്മൾ കെട്ടിടുന്ന പോലെ വലിക്കുകയാണ്. അപ്പോൾ രണ്ടറ്റങ്ങളും പരമാവധി ഒരുപോലെ വരാൻ ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് വലിച്ചൊന്ന് ടൈറ്റാക്കി പിടിക്കുക കേട്ടോ. അറ്റം എപ്പോഴും ഒരുപോലെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ സംഭവം അടിപൊളിയാകും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. അതുപോലെ ഒരു ഫ്ലവർ പോലെ ആയിട്ടുണ്ടേ, കണ്ടോ ഇതുപോലെ. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പുറത്തും ഒരു കമ്പിയിൽ നമ്മൾ 2 ബീഡ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പുറത്തും ഇപ്പുറത്തും 2 എണ്ണം വെച്ചിട്ട് ഒരു കമ്പിയിൽ നമ്മൾ ആദ്യം 2 എണ്ണം ഇട്ടു, അടുത്ത കമ്പിയിൽ ഇതുപോലെ തന്നെ 2 ബീഡ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ 2 ബീഡ് ഇട്ട് കൊടുക്കുകയാണ്, കണ്ടോ. 2 ബീഡ് ഇട്ട് കൊടുത്തു അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്. ഇനി നമുക്ക് ഏതെങ്കിലും ഒന്നിൽ, നമ്മൾ 2 എണ്ണം കോർത്തില്ല, അതിലേലും ഒന്നിൽ ഒരെണ്ണം കൂടി കോർക്കുക. എന്നിട്ട് അതിനെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഇപ്പുറത്ത് കോർക്കാത്തതില്ലേ അതിലേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും, സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ എല്ലാവരും. ഇതുപോലെ എന്നിട്ട് ഈ കമ്പനി ഒന്ന് വലിച്ച് വളവുകളൊക്കെ ഒന്ന് നിവർത്തി നേരെ എടുക്കുക. അതുപോലെ കിട്ടുമേ. നമുക്ക് ഇതുപോലത്തെ 2-3 എണ്ണം കോർത്തെടുക്കണം. ഇങ്ങനത്തെ അരികിൽ ചെറുത്, പിന്നെ 3-4 വലുത്, അങ്ങനെ ഞാൻ കോർത്തിട്ടുണ്ട് കേട്ടോ. അരികിൽ ചെറുതാണ്, പിന്നെ വന്നിട്ടുള്ളത് സെൻറ്ററിലുള്ളത് കുറച്ച് വലുതാണ് ഫ്ലവർ വന്നിട്ടുള്ളത്. നമ്മൾ ക്ലിപ്പിൽ വെച്ച് നോക്കുക. ക്ലിപ്പിൻ്റെ കുറച്ച് പുറത്തേക്ക് നിൽക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് വെച്ച് നോക്കുക, എന്തോരം നമുക്കിനി ബാക്കി കോർക്കണം നോക്കുക, എന്നിട്ട് ബാക്കി കോർക്കുക. ഇനിയിപ്പോൾ ഞാൻ അതുപോലത്തെ ഒരെണ്ണം കൂടി കോർക്കാൻ പോവുകയാണേ. ഇതുപോലെ ഒരു ബീഡ് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ അടുത്ത ബീഡ് ആ സൈഡിൽ തന്നെ 2 ബീഡ് ഇട്ട് കൊടുത്തു. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ അതുപോലെ 2 ബീഡ് ഇട്ട് കൊടുക്കുക. നമ്മൾ ആദ്യം കോർത്ത് വന്നില്ലേ അതേ പാറ്റേണിൽ തന്നെ കേട്ടോ. ഇതുപോലെ 2 ബീഡ് ഇട്ടു. ഇനി അടുത്ത ഒരു ബീഡ് എടുത്തിട്ട് ഒന്നിലിട്ട് കൊടുത്തിട്ട് അതിന് നമുക്ക് കോർത്ത് വലിച്ചെടുക്കണം, ലോക്കറ്റിൽ കോർത്ത് വലിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുക, കണ്ടോ. ആദ്യം കാണിച്ച പോലെ തന്നെ കമ്പിയുടെ അറ്റം ഹോൾസിൽ, ബീഡ്സിൻ്റെ ഹോൾസിലൂടെ ഒന്നിങ്ങനെ കോർത്ത് വലിച്ച് ടൈറ്റാക്കി പിടിച്ചു. നന്നായിട്ട് ടൈറ്റാക്കിയിട്ടുണ്ട്. ആ ഗ്യാപ്പില്ലാതെ ടൈറ്റാക്കി കെട്ടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഗ്യാപ്പ് വന്നാൽ അതിൻ്റെ ഭംഗി പോയി. ഇനി ക്ലിപ്പിൽ ഒന്നും കൂടെ വെച്ച് നോക്കുക, കറക്റ്റായിട്ട് എത്തിയോ, അളവ് റെഡിയാണോ എന്നൊക്കെ. കുറച്ച് ഗ്യാപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഈ അറ്റത്ത് ചെറിയ ഫ്ലവർ ചെയ്തില്ലേ അതുപോലെ ഇപ്പുറത്തെ അറ്റത്തും ആ ചെറിയ ഫ്ലവർ തന്നെ വരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അവിടേക്ക് നമ്മൾ ആദ്യം ഇതുവരെ കോർത്ത് വന്ന് 5 ബീഡ് വെച്ചിട്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ 4 ബീഡ് കോർക്കുക മൊത്തത്തിൽ. ഒരു സൈഡിൽ 2 എണ്ണം ഇടുക, അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ 2 എണ്ണം ഇടുക, കണ്ടോ. ഒരു സൈഡിൽ 2 എണ്ണം ഇട്ടു, ഇനി ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ 2 എണ്ണം ഇടുക, കണ്ടോ. ഇങ്ങനെ 2 എണ്ണം കോർക്കുക. നമ്മൾ അടുത്ത 5ാമത്തെ ബീഡ് കോർക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒന്നിൽ നിന്ന് 2 എണ്ണം കോർത്തില്ല, അതിലേതെങ്കിലും ഒന്നിൽ നിന്ന് ഒരെണ്ണം മുകളിലോട്ട് എടുത്തിട്ട് ഇതുപോലെ ഹോൾസിനുള്ളിലൂടെ കമ്പി കോർത്തിട്ട് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റാക്കി പിടിക്കുക കേട്ടോ. കണ്ടോ, നന്നായിട്ട് ടൈറ്റായിട്ടുണ്ട്. നന്നായിട്ട് ടൈറ്റായിരുന്നാലേ ഗ്യാപ്പ് ഇല്ലാതെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്തു. ഇനി നമുക്കിതിനെ ഒന്ന് ലോക്ക് ഇട്ടെടുക്കണം, കോർത്ത് കമ്പി പുറത്ത് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള കോർത്ത് വെച്ചതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ കമ്പി കോർത്തെടുത്തു, കണ്ടോ.
ഇതുപോലെ കോർത്തെടുത്തു. ഇനി ഇപ്പുറത്ത് നിൽക്കുന്ന കണ്ടോ കമ്പി, അതും നമുക്ക് അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതിനെ ഒന്ന് വളച്ചിങ്ങനെ ഇതാ ഒന്ന് പുറകോട്ട് ഇങ്ങനെ ഒന്ന് വളയ്ക്കുക. എന്നിട്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടി തൊട്ട് താഴെയുള്ള ബീഡിൻ്റെ ഹോൾസിലൂടെ ഇതുപോലെ ഒന്ന് കോർത്ത് വലിച്ചെടുക്കുക. കണ്ടോ, നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് വലിക്കുക, ഗ്യാപ്പ് വരാതെ. കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഗ്യാപ്പില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ബീഡിൻ്റെ ഹോൾസിലൂടെ ഒന്ന് കോർത്തെടുക്കുക. ബേക്കോട്ട് വളച്ചിട്ട് ഒന്ന് കോർത്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കോർത്തെടുക്കുകയാണേ. കണ്ടോ, ഒന്ന് വളഞ്ഞിരിക്കുന്നതൊക്കെ ഒന്ന് നിവർത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് വിരലുകൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ അതിങ്ങ് മുന്നോട്ട് വരുവേ. എന്നിട്ട് ഒന്ന് വലിച്ചെടുക്കുക, ഒന്ന് ശ്രദ്ധിച്ച് വലിച്ചെടുത്താൽ മതി. ഇതുപോലെ ഞാൻ വലിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കമ്പികൾ രണ്ടും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് അതിനെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. പുറത്ത് കാണാത്ത പോലെ ഉള്ളിലോട്ട് അതിനെ ഒന്നിങ്ങനെ ഒന്ന് വിരൽ വെച്ച് നഖം വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അടുത്തതും ഇതുപോലെ. അതിപ്പോൾ അപ്പുറത്തേക്കായി പോയതുകൊണ്ടാണ് ഒരു സൈഡിലേക്ക് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക, അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാതെ. നമുക്ക് രണ്ട് കമ്പികൾ ഒരു സൈഡിൽ തന്നെ ഉള്ളിലോട്ട് വളച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടോ കമ്പി ഇരിക്കുന്നത്, ഇത് ഇപ്പുറത്തെ വശം, ഇത് നല്ല വശമാണേ. ഇവിടെ ഇപ്പോൾ കമ്പികളൊന്നും കാണുന്നില്ല, നല്ല ഭംഗിയില്ല കാണാൻ, ബീഡ്സ് മാത്രമേ കാണുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബീഡ്സ് വളവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നിവർത്തി ലെവലാക്കി കൊടുക്കുക. കണ്ടോ, രണ്ടറ്റത്ത് ചെറിയ ഫ്ലവർ, നടുക്ക് 5 വലിയ ഫ്ലവർ, അങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇതുപോലെ ക്ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് B7000 ഗ്ലൂ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്യണം. കുറച്ചായിട്ട് ചെയ്താൽ പെട്ടെന്ന് ചിലപ്പോൾ പറഞ്ഞു പോരും കേട്ടോ. തീരെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാതെ കുറച്ചധികം ഗ്ലൂ അപ്ലൈ ചെയ്യുക. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, നന്നായിട്ട് ഗ്ലൂ ഉണ്ടായില്ലേ. ഇനി ശ്രദ്ധിക്കേണ്ടത് നല്ല വശം മാത്രം ഒട്ടിക്കുക. കമ്പി മടക്കി വെച്ചിരിക്കുന്നത് അടിയിൽ പോണേ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വൃത്തികേടായി പോകും. ഇതുപോലെ വെച്ചു. ഈ രണ്ടറ്റങ്ങളും കുറച്ച് പുറത്തേക്ക് നിൽക്കുന്ന പോലെ, രണ്ടും ഒരേപോലെ ആവാൻ ശ്രദ്ധിക്കുക. രണ്ടറ്റങ്ങളും ഒരുപോലെ പുറത്തേക്ക് നിൽക്കുന്ന പോലെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാനിതിന് രണ്ടറ്റത്ത് ഒരു അലിഗേറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വെക്കുക. ഇനി ഇതിനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. പെട്ടെന്നൊന്നും പശ ഉണങ്ങത്തില്ല, പതുക്കെ ഉണങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ. എല്ലാ മുത്തുകളും അതിലേക്ക് ഒട്ടും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊന്ന് ഡിസൈൻ ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു കമ്പി എടുത്തു, അത് ജസ്റ്റ് ഒന്ന് പശയാക്കി. എന്നിട്ട് ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സ് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. ആ കമ്പി ഇങ്ങനെ തൊട്ടാൽ അതിലിരിക്കും. കണ്ടോ, ഗോൾഡൻ ബീഡ് എടുത്തു. ആ സെൻറ്ററിൽ നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗം ഗ്യാപ്പ് ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗോൾഡൻ ബീഡിൻ്റെ അടിഭാഗം കുറച്ച് പരന്നതാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് കൈ കൊണ്ടാണെങ്കിലും വെച്ച് കൊടുക്കാം. പക്ഷേ കയ്യിൽ പശയാവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പശ കയ്യിലാവുന്ന സ്കിന്നിന് അത്ര നല്ലതല്ല. അപ്പോൾ ഇതുപോലെ ഒരു കമ്പി എടുത്തിട്ട്, അല്ലെങ്കിൽ ഈർക്കിലാണെങ്കിലും എടുത്തിട്ട് വെച്ച് കൊടുക്കുക. നന്നായിട്ട് സെൻറ്ററിലേക്ക് തന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ അറ്റത്തുള്ള അലിഗേറ്ററിനെ മാറ്റിയിട്ട് അവിടെ ഇതുപോലെ ഒരു ബീഡ് വെച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അലിഗേറ്ററിനെ തിരിച്ച് അവിടെ തന്നെ വയ്ക്കുക. അധികം ഒട്ടിയിട്ടുണ്ടാവില്ല, പെട്ടെന്നൊന്നും ഈ പശ ഒട്ടൂലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിരിക്കുവേ. ഇനി അപ്പുറത്തെ അറ്റം അതുപോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വർക്ക് ക്ലിപ്പിൻ്റെ. നോക്കി നല്ല ഭംഗിയില്ലേ, ക്യൂട്ടായിട്ടില്ലേ കാണാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ. കണ്ട, അരികൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ വേറെ വേറെ ക്ലിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കി നല്ല ഭംഗിയില്ലേ എല്ലാം കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇനിയും ഇതുപോലത്തെ വെറൈറ്റി ആയിട്ട് വരും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.